മനോരമക്കാർ പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്, ചന്ദ്രികക്കാർ പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്, മാതൃഭൂമിക്കാരോ മാധ്യമക്കാരോ പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പത്ര എന്നുള്ളതിലേക്കാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ക്ലിപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഇടക്ക് മൂപ്പര് ഇങ്ങനെ ചാടുന്നു. എന്താ ഈ ചാടുന്നു? ഇടക്കൊന്നും കൂടി പറയുന്നുണ്ട് മൂപ്പരെ. ആ പറഞ്ഞത് മൂപ്പര് പറയാണ് സിറാജിൽ വന്ന്, ഞാൻ പറഞ്ഞു മൂപ്പരോട് സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ, സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാ. പക്ഷേ ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ആളുകളും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും പല ആളുകളും ഈ സദസ്സിലുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ വിഷമുണ്ട്. മൂപ്പര് ഒരു ഉദാഹരണം പറഞ്ഞതുണ്ട്. എന്ത്? സിറാജിൽ വരുന്നതൊക്കെ ഇപ്പൊ നമ്മളതാന്ന് വിചാരിച്ചിട്ട് എല്ലപ്പാണ്ട് ഓരോന്നിനും ഓരോ ഭാഗമുണ്ട് എന്നല്ല ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതിന്റെ ഇടക്ക് വേറെയും കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളിൻ. എന്താണ് ആ പറഞ്ഞത്? ഉദാഹരണമൊക്കെ നിങ്ങളൊന്ന് കേട്ടോളിൻ. ഞാൻ പറഞ്ഞേരെ ബാക്കി കേട്ടോളിൻ. സുന്നത്തിയമാത്തിന്റെ പത്രല്ലേ? സുന്നത്തിയമാത്തിന്റെ പത്രമല്ല, ആ പത്രത്തിൽ വരുന്ന എല്ലാ റിപ്പോർട്ടിനും അയാൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തം. നാം മൗലവിയോട് ഞാൻ ചോദിക്കട്ടെ, മൗലവിന്റെ ഭാര്യ എന്നല്ലേ? ഭാര്യന്റെ എല്ലാ ഭാഗവും പിടിച്ചിട്ട് എല്ലാ ഭാഗവും പിടിച്ചിട്ട് ചില ഭാഗം ചെയ്യുന്നത് പോലെ ചുംബിക്കാൻ പറ്റുവാ? എല്ലാ സ്ഥലവും ചുംബിക്കാൻ പറ്റുവാ? എന്നല്ലോ. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. അനുവദിക്കപ്പെടുന്ന ഭാഗമുണ്ട്, അനുവദിക്കപ്പെടാത്ത ഭാഗമുണ്ട്. അതുപോലെ ചുംബിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്, ചുംബിക്കാൻ പറ്റാത്ത ഭാഗമുണ്ട്. അങ്ങനെ പലതുണ്ട്. ഉള്ള എല്ലാം അതൊക്കെ ഭാര്യയെല്ലാം വീട്ടിൽ കാര്യമല്ലോ. പക്ഷേ ഒരു വിവരമില്ലാത്ത മൗലവിമാരല്ലേ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ പോകുന്നു. പിന്നെ അതിനെ പറ്റി പറയാനാ? നല്ല വിവരമായി ചങ്ങാതി കയ്യില്. ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോണ്ട. പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ ഭാര്യയെന്ന് വിചാരിച്ച് എല്ലായിടത്തും ഇങ്ങനെ തപ്പി ഇങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറയുന്നില്ല. നോക്കൂ, നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയില്ലേ? ഇതിന്റെ എവിടൊക്കെ പറ്റിയ എവിടൊക്കെ പറ്റാത്ത മൗലവിമാർക്ക് വല്ല വിവരവും വേണ്ടേ? എല്ലാ വിഷയത്തിലെ ഡോക്ടറേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചില ആൾക്കാർ ചില കാര്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണല്ലോ. അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞൂടല്ലോ. മാത്രല്ല, ഇതുകൊണ്ടായിരിക്കും മൂപ്പര് ഇടക്കിടക്ക് മൂപ്പര് എന്നോട് പറയുന്നുണ്ട്, ഒക്കങ്ങൾ നാലാപുരത്തിനാൾ പഠിക്കണ്ട, കുറച്ച് കുറ്റ്യാടിയിലേക്ക് എന്റെ അടുത്തേക്ക് വാ അന്ന് കൽപ്പിച്ചു. അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റ്യാടി വന്ന് പഠിച്ചു. ഒക്കെ നാലാപുരത്ത് പഠിക്കണ്ട. കണ്ടോ? ഒക്കെ നാലാപുരത്തിന് പഠിക്കണ്ട. നാലാപുരത്ത് നിന്ന് മാത്രല്ല, സ്റ്റേജുമൊന്നും പഠിക്കണ്ട, എന്റെ അടുത്തേക്ക് വാന്നാ പറയുന്നത്. കേട്ടോ? അതും കൂടി കേട്ടോ. മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? പിന്നെ സ്റ്റേജുമ്മ കയറിയിട്ട് പഠിക്കണോ? ഈ സ്റ്റേജുമ്മ കയറി പഠിക്കാറ് നേരിട്ട് സ്വകാര്യത്തിൽ ചെന്ന് പഠിക്കണ്ട ഇൽമാപ്പതൊക്കെ? വേറെ ആളെ നോക്ക് പേരോടെ ഈ വയസ്സ് കാലത്ത് വെറുതെ എന്താണ്? മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? പറയുമ്പോ ആലോചിക്കണ്ടേ? ചിന്തിക്കണ്ടേ? സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചതിന് മൂപ്പര് കണ്ടൊരു ഉദാഹരണേ, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഷളൻ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അനങ്ങിയ ഇയാൾക്ക് ഉദാഹരണം പറയുള്ളത് ഹൈല്, നിഫാസ്, തൊലാഖ്, ഭാര്യ. വളരെ കാര്യമായ മസലകളാണ്. ഇതല്ലാതെ പറയാനില്ല വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങളുടെ സിറാജിൽ വന്ന ഉദ്ധരണി നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടും. രക്ഷപ്പെടാനും കഴിയില്ല. ഏതോ രാഷ്ട്രീയക്കാരനെയാവും, ഏതോ രാഷ്ട്രീയക്കാർക്ക് കയറി എഴുതാൻ പറ്റിയതാ. ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കൂലാന്ന്. അപ്പൊ ഇതിപ്പോ മൂപ്പർക്ക് എന്തോ ഒന്നിന് പറ്റാത്ത ഭാഗത്ത് വന്നതാ. സിറാജ് ഇപ്പൊ അങ്ങനെയല്ലോ, പറ്റണ ഭാഗം പറ്റാത്ത ഭാഗമുണ്ട്. ഭാര്യാന്ന് സങ്കല്പിക്കുക, പറ്റണത് പറ്റാത്തത്. ഇതിപ്പോ പറ്റാത്ത ഭാഗത്താ വന്നത് മൂപ്പരതിൽ. ഈ രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. കേവിനെ അവർ കാഫറാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഞങ്ങളുടെ പണ്ഡിതന്മാര് കാഫറാക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളിക്കുന്നുണ്ടോ മൂപ്പര്. ആ വെല്ലുവിളി എന്ന് ആദ്യം കേൾക്കി. കേവിനെ കാഫറാക്കിയല്ലോ എന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ വെല്ലുവിളി എന്ന് കേൾക്കി. ഉണ്ടെങ്കിൽ മൗലവി KV മുഹമ്മദ് മുസ്ലിയാർ കാഫറാണ് എന്ന് ഈ ഞാനോ പോകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ വന്ന് പ്രസംഗിച്ച സെലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകൾ മൗലവിമാര് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. മനുഷ്യന്മാരാ പറയണത് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ?
ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്താ വിചാരിച്ച്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാഫിറായ ആള് പറയുന്ന സർവ്വ വർത്തമാനങ്ങളും ഈ കെ അബൂബക്കർ മുസ്ലിയാര് അതാ KV പറഞ്ഞതായി KVയെ പറ്റി നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയിരിക്കുന്നു. ഹെഡിങ് തന്നെ അള്ളാഹു വിവരമില്ലാത്തവനോ, അള്ളാഹു വിവരമില്ലാത്തവനോ. നിങ്ങൾ KV മുഹമ്മദ് മുസ്ലിയാരെ കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇതാ തെളിയിക്കാൻ പോവുകയാണ്. ആൺകുട്ടികളായിട്ടാ തെളിയിക്കുന്നത്, മനുഷ്യന്മാരായിട്ടാ തെളിയിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ കാഫിറാക്കിയോ ഇല്ലേ, അതോ ഇത് പാടത്ത് കൃഷിക്കോണ പരിപാടിയാ പറയുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. പേരോട് എന്തൊക്കെയാണ് KVയുടെ പേരിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയത് കേട്ടോളൂ. ഇസ്ലാമിക വിശ്വാസങ്ങളെ തട്ടിത്തകർത്തു തരിപ്പണമാക്കാൻ പര്യാപ്തമായ നിലയിലാണ് മലയാള ഖുർആൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. KVയുടെ ഖുർആൻ പരിഭാഷയെ പറ്റി പറയുന്നു. നിങ്ങൾ കേട്ടോ, ഇനി നിങ്ങൾ കേട്ടോ, മലയാളം ഖുർആൻ എന്ന് പറയുന്നത് ഇനി ആരെ പറ്റിയാണ്, എന്തിനെ പറ്റിയാണ്? ശരിക്ക് ശ്രദ്ധിച്ചോ എൻ്റെ മുസ്ലിമീങ്ങളെ. ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. KV മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയില്ലേ, ആ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് സമസ്തയുടെ ജനറൽ സെക്രട്ടറി അന്ന് എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. പഠിച്ചു വെച്ചോ. എന്താ എഴുതുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ പരിഭാഷയിലുള്ളതെന്നാണ് പറയുന്നത്. അതിന്റെ തുടക്കത്തിലാണ് എഴുതുന്നത്, ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. അഥവാ ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ബൈബിളില്ലേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ഡേവിഡിന്റെ സങ്കീർത്തനം എന്നൊക്കെ പറയുന്ന അവരുടെ വേദപുസ്തകങ്ങളില്ലേ, മുസ്ലിമീങ്ങൾ ഒരു വിലയും കൽപ്പിക്കാത്ത, അഥവാ അല്ലാഹ് ഇറക്കിയ കിതാബാണ് എന്ന ഒരു വിലയും നമ്മൾ അതിന് കൽപ്പിക്കുന്നില്ല. കാരണം അല്ലാഹ് ഇറക്കിയ രൂപത്തിൽ ക്രിസ്ത്യാനികളുടെ കയ്യിലോ അവരുടെ അനുയായികളുടെ കയ്യിലോ ആ വേദപുസ്തകങ്ങളില്ലാത്തത് കൊണ്ട് നാം അത് തള്ളിക്കളയുന്നു. അതേ സ്ഥാനത്താണ് KVയുടെ ഖുർആൻ പരിഭാഷ, KVയുടെ ഖുർആൻ മലയാള ഖുർആനും അതേ സ്ഥാനത്ത് തന്നെ. രണ്ടും ഒന്നാണ് എന്ന ആശയത്തിലല്ലേ ഈ കെ അബൂബക്കർ മുസ്ലിയാർ ആ കാലഘട്ടത്തിൽ സുന്നി വോയിസിൽ എഴുതി വിട്ടിട്ടുള്ളത്. പേരോട് പറയണം, ഇത് കാഫിറാക്കലാണോ അല്ലേ? ഈ KV മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയും ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ബൈബിളും ഒരുപോലെയാണ് എന്ന ആശയത്തിൽ ഇയാൾ എഴുതിയിട്ടില്ലേ? ഇനിയും കേട്ടോ, അല്ലാഹു വിവരമില്ലാത്ത ജാഹിലും, കേട്ടോ നിങ്ങൾ, അല്ലാഹു വിവരമില്ലാത്ത ജാഹിലും അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണെന്ന് മലയാള ഖുർആൻ വായിച്ചാൽ തോന്നുന്നത് പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥങ്ങളിലും ഉള്ളത്. ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥം വായിച്ചാൽ എന്താ തോന്നുക? അല്ലാഹ് വിവരമില്ലാത്ത ജാഹിലാണ്, അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണ് എന്നാണ് ക്രിസ്ത്യാനികളുടെ വായിച്ചാൽ തോന്നുക. അത് തന്നെയാണ് മലയാള ഖുർആനും വായിച്ചാൽ തോന്നുക. അപ്പൊ അതിലുള്ള തന്നെയാണ് ഇതിലുള്ളത്. ഇനി കേട്ടോ, അത് പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാചകം കേട്ടിട്ട് പിന്നെ പറയുന്നു, അള്ളാഹുവിന് മുൻകൂട്ടി വിവരമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നാണല്ലോ ഈ പറയുന്നത്. ഇത് ക്രിസ്തീയ വിശ്വാസമാണ്. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകം കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ. പേരോടിനോട് പറയുന്നു, മനുഷ്യത്വമുണ്ടെങ്കിൽ തെളിയിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത്? ഉത്തരവാദിത്തത്തോടെ വായിക്കുകയാണ്. KVയുടെ ഖുർആനിലും പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് തന്നെയാണ്? അല്ലാഹ് ജാഹിലാണ്, അല്ലാഹ് വിവരല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണ് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തിലുള്ളത്. ഇത് തന്നെയാണ് KVയുടെ ഖുർആനിലും പറയുന്നത്. ഇത് തന്നെയാണ്. അല്ലാഹുവിന് അറിവുണ്ടാകാൻ വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. അതായത് അവന് മുൻകൂട്ടി അറിവില്ല എന്ന്. രണ്ടും അസിലിന്റെ സ്ഥാനം പിടിച്ച, അസിലിന്റെ സ്ഥാനം
പിടിച്ചാനാ കാണുന്നത്, പിഴച്ചാനായിരിക്കും ഞാൻ വിചാരിക്കുന്നത്.